ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പ്രണവിന്റെ പടം കാണാൻ പോവാണ്. എന്തിന് എന്തോ പ്രൊനൗൺസിയേഷൻ ആയിട്ടോണോ, പക്ഷെ നമ്മൾ ആ മൂവി കാണാൻ വേണ്ടിട്ട് പോവാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഹൊറർ മൂവീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പല റിവ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. ഭയങ്കര പേടിയാണ്, ഒറ്റക്കൊന്നും പോവരുത്, കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേടിയാണെന്നൊക്കെ പലതും കാണുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഓരോ മൂവീസൊക്കെ ഇഷ്ടമാണ്. ഇവനാണെങ്കിൽ അങ്ങനത്തെ മൂവീസ് ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ രാത്രി ഉറക്കത്തിൽ കരയും, ഐ ഡോണ്ട് നോ വാട്ടെവർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉണ്ടാവും അങ്ങനെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. വി ആർ ഗോയിങ്, കണ്ടിട്ട് അഭിപ്രായം പറയാം. 7:30 ഷോക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 7:30 അല്ലേ മോള്? സമയം നോക്കൂ, 7:14 ആയിട്ടുണ്ട്. നമ്മൾ എത്തും, പക്ഷേ ടുഡേ സൺഡേ, അപ്പൊ അത് കാരണം ബ്ലോക്ക്, അപാര ബ്ലോക്കാണ്. എത്തുന്ന പ്രതീക്ഷിക്കണോ? ആകെ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ബട്ട് വി ആർ ഇൻ ട്രാഫിക്കിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മള്. അപ്പോ ടൈമിന് എത്തും. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 7:20. അങ്ങനെ നമ്മൾ 6 മിനിറ്റ് കൊണ്ടല്ലേ നമ്മൾ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല, അതിന് ഇനി വരിയൊന്നും നിൽക്കണ്ട. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നടക്കാനുണ്ട്. മുകളിലേക്ക് എത്തണം. നമ്മൾ അല്ലിമാരുടെ ഒരു മൂലക്കലാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ മറ്റേ മൂലക്കലാണ് തിയേറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വള്ളക്കുപ്പി പൊടിച്ചതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വള്ളക്കുപ്പി സ്റ്റാൻഡേർഡ് ഇല്ല പോലും. അത് പൊടിച്ചാനും മടിയാണോ അല്ലേ? വള്ളക്കുപ്പി കാണില്ലല്ലോ, സ്റ്റാൻഡേർഡ് ഇല്ലോ അല്ലേ വള്ളക്കുപ്പി. എന്നാലും നമ്മൾ ഡേ ടു ഡേ 6 റുപ്യേൻ്റെ ചെരുപ്പേടുള്ളൂ, അതിന് ഭയങ്കര സ്റ്റാൻഡേർഡാ. അങ്ങനെ ഗൈസ്, നമ്മൾ സിനിമയിൽ എത്തിയിട്ടുണ്ട്. 7:26 ആയപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് എത്തുന്നു ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുക്കണേ. ബോസ്, എന്താണ് പറയാനുള്ളത് പടത്തിനെ കുറിച്ച്? പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്, കാരണം അങ്ങനെ റിവ്യൂലൊക്കെ കണ്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മളെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയുണ്ട് ഗൈസ്. മാർക്കോ കണ്ടിട്ട് വരെ ഭയങ്കര പേടിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പടം കണ്ടു പോന്നു. എന്താണ് അഭിപ്രായം? ഒന്നും പറയല്ല, പേടിച്ചിട്ട് എനിക്ക് 1 മിനിറ്റ് വരെ തിയേറ്ററിന്റെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്ററിന്റെ സൗണ്ട് എഫക്റ്റ്, ഓ എന്റെ മോളെ, ഉള്ള യൂട്യൂബേഴ്സും ഇവിടെ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് വെറുതെ പോയി പടം പോയി കാണാൻ നിൽക്കണ്ട, കണ്ടോളി. എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും പോണ്ട. റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഇങ്ങനെ ഇതിന്റെ രോമനീച്ചെന്നൊക്കെ പറയണോലൊക്കെ കണ്ടു. അതിന് മാത്രമുള്ളതൊന്നുമില്ല. ഹോണസ്റ്റ്ലി സെയിങ്, ഹൊറർ ത്രില്ലർ എന്നുള്ള ജോണറിലാണ് വന്നിട്ടുള്ള മൂവി. ബട്ട് പേടിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ എക്സ്പെക്ടേഷൻ വെച്ച് കുറേ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാ പോണത്. അതിന്റെ അടുത്തേക്ക് ഒരു 7 പോലും നീതി പുലർത്തിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെ ചില സീനിലൊക്കെ ഒരു ടോട്ടോ പറയണ പോലെ ഒരു പേടിപ്പിക്കണ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു എന്താ പറയാ, ഒരു പ്രേത സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൊറർ കോമഡി ആയിരുന്നു. പ്രേതപ്പടം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ട് എവിടെ പ്രേതം എന്നുള്ളത്. അപ്പൊ അതാണ് അവസ്ഥ. പോയി കാണാൻ വെറുതെ ഒരു പടം കാണില്ല, ഒരു 1 ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. 2ാം പ്രാവശ്യം കാണാനുള്ള ഒരു സെറ്റപ്പ് ഉഷാറാക്കി കൊടുക്കുക, അല്ലാതെ ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട. അത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഹോണസ്റ്റ് റിവ്യൂ. ബൈ ബൈ.